ഓക്കെ, സാലറി വൈസ് ഇവിടെയും കുഴപ്പമില്ല. നഴ്സസിന് നല്ല സാലറി ഉണ്ട്. നമുക്ക് പിന്നെ നാട്ടിലെ പോലെ ഇപ്പം എന്താ പറയാ ഇയർലി അല്ല പ്രൊമോഷൻ കിട്ടുന്നത്. നമുക്കിപ്പോ അടുത്ത ബാൻഡിലോട്ട് പോകണമെങ്കിൽ ഇന്റർവ്യൂ ചെയ്ത് അടുത്ത ബാൻഡിലോട്ട് എത്താം. അല്ലെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട 5 ഇയർ ആവണം അടുത്തൊരു ബാൻഡിലോട്ട്. അങ്ങനെ വേണം. വിത്ത് 1 ഇയർ കഴിഞ്ഞിട്ട് നമ്മൾ കോമ്പിറ്റന്റ് ആണ്, നമ്മൾ കോൺഫിഡന്റ് ആണ് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകാനെങ്കിൽ നമുക്ക് ഇന്റർവ്യൂ ചെയ്ത് പോകാൻ പറ്റും. അതുകൊണ്ട് ഇവിടെ ബാൻഡ് ഇൻക്രീസ് ആയതല്ലേ സാലറിയിൽ ഡിഫറൻസ് വരുള്ളൂ. ഒള്ളി ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡും വൈഫും ഒരുപോലെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം, നല്ലൊരു ലൈഫ് എൻജോയ് ചെയ്യണമെങ്കിൽ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ചൈൽഡ് കെയർ ഇഷ്യൂ, അതാണ് ഏറ്റവും വലിയൊരു പ്രോബ്ലം എല്ലാവരും ഫേസ് ചെയ്യുന്നത്. കാരണം ഇവിടെ പിള്ളേരെ നമുക്ക് ഒറ്റയ്ക്ക് വീട്ടിലാക്കിയിട്ട് പോകാൻ പറ്റില്ല, പിള്ളേർ ആരെങ്കിലും നോക്കാൻ വേണം. അപ്പം നമ്മൾ രണ്ടുപേരും വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ടൈം ഡിഫറൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ അതൊരു ഇഷ്യൂ ആണ്. ഇത്ര പ്രായമുള്ള കുട്ടികളെ വീട്ടിൽ ഒറ്റക്കെട്ടിട്ട് പോകാൻ പാടില്ല. അതാണ് എന്തെങ്കിലും അവര് ആരെങ്കിലും കംപ്ലൈന്റ് മറ്റേ പോവുകയാണെങ്കിൽ കുട്ടികളെ നമ്മളെ അടിച്ചു കൗൺസിലിന്റെ ഇഷ്യൂ വരും. സോഷ്യൽ കെയർ സോഷ്യൽ വർക്കേഴ്സ് കൊണ്ടുപോകും പിള്ളേർ, അങ്ങനത്തെ കേട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു പ്രശ്നം കൊണ്ട് നമുക്ക് ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഹസ്ബൻഡിന് വർക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ എപ്പോഴും ഒരാള് വീട്ടിലുണ്ടായിരിക്കും.